Hey guys, welcome back to my YouTube channel. ഇന്ന് നമ്മളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഈ അറ്റയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡെയ്സി ഒരു ട്രഡീഷണൽ ലുക്ക് ആണെന്ന്. സോ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് ഇന്ന് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. സോ പയ്യെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. സോ ഗൈസ്, നമ്മൾ ഈവനിങ് ഒരു 6 o'clock ആവാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അമ്പലത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലക്ഷദ്വീപം കാണാൻ വേണ്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ പോവുകയാണ്. സോ ഞാൻ കരുതി എന്തുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ കൂടാണ്. സോ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു പാർട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെറ്റഫെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെറ്റഫെല്ലിൻ്റെ മോയ്സ്ചറൈസർ, അതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റർ പ്ലസ് പ്രൈമർ ആണ്. അതുപോലെ മെയ്ബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ. പിന്നെ എൻ്റെ ഷെയ്ഡ് ഇതിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ലാക്മിയുടെ ഈ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത് എൻ്റെ സ്കിൻ ഷെയ്ഡിന് വേണ്ടി. പിന്നെ നോർമലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. മെയിനായിട്ട് ഈ ബേസ് എനിക്കിത് കാണിച്ചത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. സോ ഗൈസ്, ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി ഡാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റഫെല്ലിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെറം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇന്ന് രാത്രി ഇപ്പോൾ ഒരു എന്തായാലും 6-6:30 ആയി. അപ്പം ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിയിട്ട് ഞാൻ വളരെ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ എടുക്കുന്നുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് സ്കിന്നിൽ ഞാൻ സെറം ഒന്നും ഇടുന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ വിഷയമില്ല. വെയിലത്തിറങ്ങാനാണ് ഈ പ്രശ്നം മൊത്തം. സോ നമുക്കിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹറിബറിയാണ് ഈ വീഡിയോ, ബിക്കോസ് നമ്മൾ ഓൾറെഡി നല്ല ലേറ്റാണ് പരിപാടിക്ക്. സോ നിങ്ങൾക്ക് കുറച്ച് ഹറിബറി ആയിട്ട് തോന്നുന്നു ഈ വീഡിയോ, എന്നെ ക്ഷമിക്കുക. അപ്പം മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റർ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഈവനായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുക്കുക. ഞാൻ സാധാരണ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഡോട്ട് ഇട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, നിങ്ങൾ ഏതാണ് ചെയ്യുന്നത് അത് തന്നെ ചെയ്യുക. പിന്നെ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രൈമർ ഹൈലൈറ്റർ പ്ലസ് പ്രൈമറിൻ്റെ ഒരു ഉപയോഗം, എനിക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹൈഡ്രേഷനും ഒരു ഷൈനിങ്ങും കിട്ടും. സോ ഐ റിയലി ലൈക്ക് ഇറ്റ്. സോ ഇത് മിക്സ് ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ ബേസ് പ്രൈമർ ഹൈലൈറ്റർ ആ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ അതൊന്ന് അപ്ലൈ ചെയ്തു, മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫൗണ്ടേഷനോട്ട് കിടക്കാം. ആസ് യു സെഡ് ബിഫോർ, എൻ്റെ ഷെയ്ഡിന് ഞാൻ ഇത് രണ്ടും മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നന്നായിട്ട് ബ്ലെൻഡ് ആവും. ലാക്മി എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല, ഭയങ്കര ഓവർ മേക്കപ്പ് ആയിട്ട് തോന്നുന്നു പോലെ, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാത്തവരെ തോന്നാറുണ്ട്. സോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആക്ച്വലി അത് നല്ല രീതിയിൽ ബ്ലെൻഡായി പോകും. സോ വാട്ട് ഐ യൂസ് ടു ഇസ്, ഇത് കുറച്ചെടുത്തിട്ട് ഇത് കുറച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഫിറ്റ് മീ കൂടെ അതിലോട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് ആക്ച്വലി കുറച്ചുകൂടെ ഒരു ഡസ്കി ഒരു ബ്രൗൺ ഷെയ്ഡ്, ഇതിൻ്റെ അത്രയും ആവശ്യമില്ല, ഒരു ഡസ്കി ബ്രൗൺ, അതുകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അതും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഷെയ്ഡിലോട്ട് എത്താം. സോ നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ സെറ്റാക്കുന്ന കാര്യം ഇതുപോലെ കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഐഡിയ. സോ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആസ് എ സെഡ് ബിഫോർ, ഞാൻ എല്ലാം ഡോട്ടായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതുപോലെ ചെയ്യാം. പിന്നെ എനിക്ക് ഫിറ്റ് മീ യൂസ് ചെയ്തതിന് ശേഷം എനിക്കൊരു ബ്ലെൻഡർ, അതായത് ഒരു ബ്രഷിൻ്റെയോ മേക്കപ്പ് ബ്ലെൻഡർ ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഇത് കൈകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡായി പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. സോ ഇത് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ ബേസ് സെറ്റ് ആവും. ഞാൻ ഈ ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ബേസ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ബേസ് എല്ലാം ഇട്ട് ഒരു ലൂസ് പൗഡറും കൂടെ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു ബിന്ദി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈകാതെ തന്നെ ഐബ്രോസിലോട്ട് കിടക്കാം. ഐബ്രോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ നോർമലി ബ്രഷ് ചെയ്ത് വരച്ചാണ് കൊടുക്കാറ്. സോ അത് വരച്ചിട്ട് കാണാം. ഇല്ലാണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയാ വേണം. കണ്ണ് വരച്ച് പൊട്ട് വെച്ച് ഇപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുവാണ്. എന്തെങ്കിലും ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാന്ന് എന്തെങ്കിലും നോക്കാം. സോ ഗൈസ്, എനിക്കറിയാം ഇതൊരു പക്ക പെർഫെക്റ്റ് ഒരു ട്യൂട്ടോറിയലൊന്നും അല്ല എന്ന്. എൻ്റെ സമയപരിധി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സോ എനിക്കറിയാം ഈ ഒരു ട്യൂട്ടോറിയൽ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. നിങ്ങൾ എൻ്റെ ടൈം ഒന്ന് കൺസിഡർ ചെയ്യുക. സോ ദിസ് ഇസ് ആ ലുക്ക്. ഇനി നമുക്ക് കോവിലിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം.